السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. صدق الله مولانا العظيم. ما سمي القلب إلا بتقلبه فاحذر عن قلب وتغييره. رجعنا من الجهاد الأصغر إلى جهاد الأكبر أو كما قال رسول الله صلى الله عليه وسلم. അഭിവന്യരായ തിരുവള്ളൂർ തുമ്പോളിമുക്ക് ശാഖ നിവാസികളെ, പ്രദേശത്തെ ഉമ്മ പെങ്ങന്മാരെ, സഹോദരി സഹോദരന്മാരെ, നന്മക്കായി കൈകോർക്കാം, സ്വർഗത്തിൽ ചേർന്നിടാം എന്ന പ്രമേയത്തിൽ തആവുൻ എന്ന ശീർഷകത്തിൽ തുമ്പോളിമുക്ക് ശാഖ SKSSF കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ വിഷയം ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. പറയാൻ വളരെ എളുപ്പവും മനസ്സിലാക്കാനും അതുപോലെ തന്നെ പ്രായോഗികവൽക്കരിക്കാനും വളരെ പ്രയാസവുമുള്ള ഒരു വിഷയമാണ്. സത്യത്തിൽ ഈ വിഷയം എന്ന് ഏൽപ്പിക്കപ്പെടുമ്പോൾ ഏൽപ്പിച്ച ഹനീഫ് ഹസനിയോട് ഞാൻ പറഞ്ഞതുപോലെ ഇത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അർഹതയുണ്ടോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നതിന്റെ ഫലമായിക്കൊണ്ട്, കേൾക്കുന്നതിന്റെ ഫലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിക്കുമാറാവട്ടെ, സംസ്കരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ യുദ്ധം കഴിഞ്ഞു, ബദർ യുദ്ധം കഴിഞ്ഞു വന്നു. പല റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും ബദർ യുദ്ധം കഴിഞ്ഞു വരുന്നു. ശേഷം സ്വഹാബാക്കളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, റജഅനാ മിൻ ജിഹാദിൽ അസ്ഗരി ഇലാ ജിഹാദിൽ അക്ബർ. ഇന്ന് നാം മടങ്ങി വന്നത് വലിയ ഒരു യുദ്ധത്തിലേക്കാണ്. സത്യത്തിൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും അതിപ്രധാനമായ യുദ്ധമാണ് ബദർ. ഈ യുദ്ധം കഴിഞ്ഞു വന്നതിന് ശേഷം പറയുകയാണ്, നാം മടങ്ങി വന്നത് വലിയ ഒരു യുദ്ധത്തിലേക്കാണ്. ചെറിയ ഒരു യുദ്ധത്തിൽ നിന്ന് വലിയ ഒരു യുദ്ധത്തിലേക്ക് നാം മടങ്ങി വന്നിരിക്കുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസിനെ ഇഹ്യാ ഉലൂമുദ്ദീനും അതുപോലെ തന്നെ ബൈഹഖി ഇമാം റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഹൃദയത്തെ സംസ്കരിക്കുക എന്നുള്ളത് വലിയ ഒരു യുദ്ധമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അതിപ്രയാസമുള്ള ഏറ്റവും വലിയ, ഒരർത്ഥത്തിൽ മറ്റു സായുധ പോരാട്ടങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് ഹൃദയം സംസ്കരിക്കുക എന്നുള്ളത്. ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് സത്യത്തിൽ ആരിഫീങ്ങളാണ്. നമുക്ക് എന്താണ് ആരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഒരാൾ പറയാണ് മുതലാളി വീട്ടിലുണ്ട് എന്ന്. അപ്പോ നമുക്ക് ഈ വിശ്വാസത്തെ, ഈ ഒരു വാക്കിനെ നമുക്ക് മൂന്നർത്ഥത്തിൽ നമുക്ക് സമീപിക്കാം. അതായത് ഒരു വിശ്വസ്തനായ ഒരാൾ വന്ന് പറയുന്നു മുതലാളി വീട്ടിലുണ്ട്. അതിന് തെളിവ് വിശ്വസ്തനായ ഒരാൾ വന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. ഇത് സാധാരണക്കാരന്റെ വിശ്വാസമാണ്. അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു, അപ്പോൾ നാം അതിനെ വിശ്വസിക്കുന്നു. മറ്റൊന്ന്, മുതലാളി വീട്ടിലുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നതിന് പകരം മുത്തക്കല്ലിമീങ്ങളായ ഗവേഷകരായ റീസൺ വെച്ച്, കാരണങ്ങൾ വെച്ച് പഠിക്കുന്ന പണ്ഡിതന്മാർ അവർ മുതലാളിയുടെ വീടിന്റെ സമീപത്തേക്ക് എത്തുന്നു.
മുതലാളിയുടെ ശബ്ദത്തെ കേൾക്കുന്നു, മുതലാളിയുടെ വാഹനത്തെ പുറത്ത് കാണുന്നു, മുതലാളിയുടെ ചെരുപ്പിനെ അവർ വീട്ടുമുറ്റത്ത് കാണുന്നു, സാധാരണ പുറത്തേക്കിടുമ്പോഴുള്ള ചെരുപ്പിനെ കാണുന്നു. ഇതൊക്കെ കണ്ടിട്ടവർ പറയുന്നു മുതലാളി വീട്ടിന്റെ അകത്തുണ്ട്. ഇതൊരു വിശ്വാസത്തിന്റെ മറ്റൊരു ഭാഗമാണ്. ഇനി ഈ ആരിഫീങ്ങളുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അവർ മുതലാളിയുടെ ചെരുപ്പ് കണ്ടതല്ല, വിശ്വസ്തനായ ഒരാൾ പറഞ്ഞതല്ല, നേരിട്ട് വീട്ടിലേക്ക് അവർ കടന്ന് പ്രവേശിക്കുകയാണ്, അതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മുതലാളിയെ നേരിട്ട് മുഷാഹദ, നേരിട്ട് കാണുകയാണ്, മുതലാളിയോട് സംസാരിക്കുകയാണ്, കാര്യങ്ങളിലേക്ക് യാതൊരു മറയുമില്ലാതെ അവരിലേക്ക് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ നേരിട്ട് അറിയുന്ന ഒരു വിശ്വാസമാണ് ആരിഫീങ്ങളുടെ ഈമാൻ. ഈ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ഈ മഅരിഫത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് അങ്ങനെയാണ്: മനുഷ്യവർഗത്തെ, ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചത്, വിശിഷ്യ മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിന് ഖുർആനിനെ വിശദീകരിക്കുന്ന റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ വിശദീകരണം കൊടുക്കുന്നത് ഇല്ലാ ലിയഅരിഫൂൻ, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനാണ്. എങ്ങനെയെങ്കിലും ആരാധിക്കുക എന്നതിനപ്പുറം അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുക എന്നുള്ളത് അത് മനുഷ്യനിലേക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു കഴിവാണ്. നമുക്കറിയാം സൂറത്തുർ റഹ്മാനിൽ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, സൂര്യനും അതുപോലെ തന്നെ മരങ്ങളുമൊക്കെ അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്യുന്നു. അതുപോലെ തന്നെ മലായിക്കത്തുകൾ അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ നിർവഹിക്കുന്നു. പക്ഷേ ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് മലായിക്കത്തുകൾക്ക് യാതൊരു വിധത്തിലും അവർക്ക് ഒരു ചോയ്സ് അവർക്ക് നൽകിയിട്ടേ ഇല്ല. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഇത്തരം ഒരു ചോയ്സ് നൽകുകയും അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കിയതിനു ശേഷം ആരാധിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുന്നു. അതിന് വേണ്ടത് പ്രത്യേകമായി ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഹൃദയത്തെ ശുദ്ധീകരിക്കുക, അവനാണ് വിജയി എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഹജ്ജ്, മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന് ഈ നോമ്പിലേക്കോ നിസ്കാരത്തിലേക്കോ നമ്മുടെ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ആവശ്യമില്ല. ഇമാമുൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇബാദത്തിന്റെ, നിസ്കാരത്തിന്റെ, നോമ്പിന്റെ, മറ്റു ആരാധനാ കർമ്മങ്ങളുടെയൊക്കെ മർമ്മപ്രധാനമായ കാര്യം അത് ഇന്നമാ മുറാദു ത്വആതി വ അഅമാലുൽ ജവാരിഹി തസ്ഫിയത്തുൽ ഖൽബി വജലാഉഹു. ഈ പ്രധാന നിസ്കാരത്തിന്റെയും അതുപോലെ തന്നെ ആരാധനകളുടെയും മറ്റു കർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും ഏറ്റവും അതിന്റെ അതിപ്രധാനമായ സത്ത, കഴമ്പ്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഹൃദയത്തിന്റെ, നാം നേരത്തെ പറഞ്ഞ ഖദ് അഫ്ലഹ മൻ സക്ക, ഹൃദയത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ്. ഈ സംസ്കരിച്ച ഒരു ഹൃദയത്തിൽ മാത്രമാണ് അള്ളാഹുവിന്റെ ഈമാൻ കടക്കുക. അള്ളാഹുവിനേക്കുള്ള ആദ്യം പറഞ്ഞു വെച്ച ആ ഈമാനുൽ മാരിഫത്തിന്റെ ഈമാനുൽ ആരിഫീങ്ങളുടെ ഒരു ഈമാനിന് കടക്കാൻ സാധിക്കുകയുള്ളൂ, ഈമാനിന് പ്രവേശനമുള്ളൂ. നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇൽമ് പഠിക്കുന്ന സന്ദർഭത്തിൽ വക്കീ റളിയല്ലാഹു തആല അൻഹുവിനോട് പരാതി പറയുന്നു. വക്കീ തങ്ങളെ പഠിക്കാൻ കഴിയുന്നില്ല. ശക്കൗതു ഇലാ വക്കീ മിൻ സൂഇ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി. അവിടെ നിന്ന് ഉസ്താദ് പറയുന്നത്, നിങ്ങൾ തെറ്റുകൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് ഇൽമ് പഠിക്കാൻ കഴിയുക എന്നുള്ളത്. നമ്മളൊക്കെ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രാവശ്യം ഹൃദയത്തെക്കുറിച്ച്, ഖൽബിനെക്കുറിച്ച് ഒരുപാട് ക്ലാസുകൾ കേട്ടതാണ്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് കടക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അവിടെ മറയായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെറ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക്
പഠിച്ച കാര്യങ്ങളൊന്നും മറക്കാതെ അത് ഹൃദയത്തിൽ സ്പർശിച്ച് അത് അല്ലാഹുവിലേക്ക് നേരിട്ട് നാം ഉദ്ദേശിക്കുന്ന ഹൃദയത്തിന്റെ ആരിഫീങ്ങളിലേക്ക് അല്ലാഹുവിനെ നേരിട്ടറിയാൻ നേരത്തെ കേട്ട് വിശ്വസ്തനായ ഒരാൾ പറഞ്ഞു തരുന്നതിൽ നിന്നും വ്യത്യസ്തമായി പറഞ്ഞു തന്ന് മുതലാളി വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പകരമായി ചെരുപ്പും വാഹനവും കണ്ട് മുതലാളി വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പകരമായി നേരിട്ട് നാം വീട്ടിലേക്ക് കടന്ന് മുതലാളി വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ ജലാലിയത്തിനെ, അള്ളാഹുവിന്റെ ഹഖീഖത്തിനെ, അള്ളാഹുവിന്റെ നൂറിനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു, നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം ഇതിന് സ്വാഭാവികമായി തടസ്സങ്ങൾ നിൽക്കുന്നത് 5 കാര്യമാണ്. എന്നോട് 10-11 മിനിറ്റാണ് സംസാരിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 11 മിനിറ്റായി. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേട്ടതും പറഞ്ഞതുമൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ മറ്റു കാര്യങ്ങളെക്കുറിച്ച്, അതിന്റെ മറയിടുന്ന കാര്യങ്ങളെക്കുറിച്ചും അംറാദുൽ ഖൽബിനെ കുറിച്ചും അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ പറയും എന്ന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ എന്ന് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.